പ്രഭാത കേരളം തുടരുമ്പോൾ നമ്മൾ വനിതാ ദിനത്തിൽ കൂടുതലായും വനിതകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി നമ്മൾ ഒരു വളരെ ഗൗരവമുള്ള വാർത്തയിലേക്കാണ് ആര്യ പോകുന്നത്. മുത്തങ്ങ കേസിൽ മനോരോഗിയായ ആദിവാസി വൃദ്ധയെ കോടതിയിലെത്തിച്ച് പോലീസ്. മനുഷ്യാവകാശ ലംഘനമെന്ന് ഗോത്ര മഹാസഭ ആരോപിച്ചു. ചീരാൽ മുരുക്കിലാടി കോളനിയിലെ മാരിയെയാണ് കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. പോലീസ് നടപടി അധാർമികവും മനുഷ്യാവകാശ ലംഘനവുമാണെന്ന് മുത്തങ്ങ സമരനായിക CK ജാനുവും ആദിവാസി ഗോത്രമഹാസഭ കോർഡിനേറ്റർ M ഗീതാനന്ദനും ആരോപിച്ചു. ഭർത്താവ് മരിച്ചതോടുകൂടി ചേച്ചിയുടെ സമനില ആകെ പോയി, വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. എന്നിട്ട് ചേച്ചീനെ ശരിക്കും കേസൊന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അവരൊന്നും ശരിക്കും ഇതിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത മാരിയും കുടുംബവും ദിവസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചിരുന്നു. ജയിൽ മോചിതനായതിനു പിന്നാലെ ഭർത്താവ് കാളൻ മരിച്ചു. ഇതിനുശേഷമാണ് മാരിയുടെ മനോനില തെറ്റിയത്. 2016 CBI നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിലെടുത്ത മാരിയെ മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് പോലീസ് ആശുപത്രി വരാതെയിൽ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ മാരിക്ക് മനോവൈകല്യമുണ്ടെന്ന് പോലീസ് ഇതുവരെ കോടതിയെ അറിയിച്ചിട്ടില്ല. വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു 2 പേര്. വന്നിട്ട് അമ്മയ്ക്ക് കേസുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് പറ്റില്ല, ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അവരോട്. പിന്നെ അവർ പറഞ്ഞു വാറണ്ടുണ്ട്. ആ മുത്തങ്ങ കേസിന് പോയിട്ടാണ് അച്ഛൻ മരിച്ച. അപ്പം ഇങ്ങനെ ഇത് അമ്മയ്ക്ക്. അപ്പം ഞങ്ങളൊക്കെ ചെറിയ പിള്ളേരായിരുന്നു, അംഗനവാടിയിലൊക്കെ പോകുന്ന. വാറന്റ് ഉള്ളതിനാലാണ് മാരിയെ കോടതിയിൽ എത്തിച്ചത്. മാരിക്ക് ചികിത്സ നൽകുന്നതിന് പകരം സ്വന്തം ജാമ്യത്തിൽ വിട്ട കോടതി നടപടിയിലും അനൗചിത്യമുണ്ടെന്ന് ഗോത്രമഹാസഭാ നേതാക്കൾ ആരോപിച്ചു. ന്യൂസ് 18 വയനാട്. എന്തായാലും അത് വളരെ ഗൗരവമുള്ള വാർത്തയാണ്. വയ്യാത്ത സ്ത്രീ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമല്ലേ കോടതിയിലേക്കൊക്കെ എത്തിക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഇനി പോകുന്നത് ഇംഗ്ലണ്ടിലെ ഒരു പൊങ്കാല വിശേഷത്തിലേക്കാണ്. ഇന്നലെ ഇവിടെ തലസ്ഥാനത്ത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നമ്മൾ കൊണ്ടാടിയപ്പോൾ ഇംഗ്ലണ്ടിലും മലയാളികൾ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കെന്റിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടന്നത്. ചൊവ്വാഴ്ച രാവിലെ 7:30 മുതലാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ തുടങ്ങിയത്. കെന്റിലെ മെഡ്വേ ഹിന്ദു മന്ദിറിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് എത്തിയത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫോക്കസ് വനിതാ ദിനം തന്നെയാണ്. അതുകൊണ്ട് വനിതാ ദിന സ്റ്റോറികളിലേക്ക് വീണ്ടും